സന്തോഷേ, ഇപ്പൊ ഒരു പുതിയൊരു പരാതി ഇങ്ങനെ വരുന്നുണ്ട്. അതായത് കുറെ നാളായിട്ടുണ്ട് ഈ മലയാള സിനിമയിലെ നടന്മാര് അവരുടെ റെമ്യൂണറേഷൻ ഭയങ്കര കൂടുതലാണ്. ഒരു സിനിമയ്ക്കും അപ്പോ 8-10 കോടി രൂപയാണ് ചോദിക്കുക എന്ന് പറഞ്ഞു. ഉള്ളതാണോ അതൊക്കെ? അതുണ്ട്. പക്ഷെ അത് റെമ്യൂണറേഷൻ അവര് മോഡൽ 1000 രൂപയാണ്. പല 3000 രൂപയാണ് ആദ്യത്തെ സിനിമയ്ക്ക് മേടിച്ചത്. മഞ്ജുവിന്റെ മുകളിൽ പല പടങ്ങൾ ഹിറ്റായി അവർ ഉണ്ടാക്കിയതാണ്. ഇവരെക്കാളും ഇവരുടെ കഴിവോ എക്സ്പീരിയൻസ് ഇല്ലാത്ത പല ആൾക്കാരും വിജയ് അങ്ങനത്തെ രജനീകാന്ത് ഇതിനെക്കാളും കാശ് വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഈ എന്നോട് ആന്റി ഈസ്റ്റ്മാൻ പറഞ്ഞൊരു ഈ 10 കോടിയൊക്കെ മലയാള സിനിമയ്ക്ക് അഫോർഡബിൾ ആണോ? പ്രൊഡ്യൂസേഴ്സിന് കൂടാൻ ബുദ്ധിമുട്ടാണ്. അഫോർഡബിൾ ആണോ? അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഇല്ല. ഇപ്പൊ മണിയമ്പിൾ രാജു പോലെ പ്രൊഡ്യൂസേഴ്സ് പറയേണ്ടായിരുന്നു ഈ മോഹൻലാൽ വെച്ച് പടം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം ആന്റി ബീർബോല ചെയ്യും. ആന്റി ബീർബോലാണ് എല്ലാ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മണിയമ്പിൾ രാജു മോഹൻലാലിന്റെ ഫ്രണ്ടാണ്. പുള്ളിനെ ഒരിക്കൽ പറഞ്ഞാണ് ഇനി ലാലിനെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഭയങ്കര ബിഗ് ബഡ്ജറ്റാണ്. ഫ്രണ്ടായിട്ട് പേയ്മെന്റിന് ഏറ്റവും വലിയ ബഡ്ജറ്റ് അല്ലേ? അതന്നെ ആദ്യം അത് കഴിഞ്ഞ് വേറെ പടം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആന്റണി ഈസ്റ്റ്മാൻ പറഞ്ഞ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ 5,000 റുപ്പീസ് പോലും ക്വാളിഫിക്കേഷൻ കൊണ്ട് കിട്ടാൻ അർഹതയില്ലാത്തവരാണ് 5-10 കോടി വാങ്ങിയത്. ശരിയാണ്. ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആള് +2 ഡ്രോപ്പ് ഔട്ടാണ്. +2 ഡ്രോപ്പ് ഔട്ടാണ്. പുള്ളി എത്ര രൂപ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ എത്ര പേരുണ്ട്. മമ്മൂട്ടി ലോയറാണ് പറയും. രണ്ട് വീട്ടിൽ പറയുന്നില്ല വളരെ പറയുന്നില്ല. കഴിവില്ലെന്ന് പറയുന്നില്ല. കഴിവുണ്ട്, വർക്കും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മഹാനടന്മാരെക്കാൾ പച്ചയായ രീതിയിൽ അഭിനയിക്കുന്ന എത്രയോ നാടകത്തിന്റെ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ടാണോ? അവർക്കൊന്നും ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കഴിവല്ല പ്രധാനം കാര്യം. തട്ടയിൽ നിന്ന് ഡയലോഗ് തെറ്റാതെ എക്സ്പ്രഷൻ പുറത്തു പോവാതെ ഒറ്റ ടേക്കില് അഭിനയിച്ച് കാണിക്കുന്ന 100 കണക്കിന് ആർട്ടിസ്റ്റുകളും നാടകത്തിലുണ്ട്. അവര് കഴിവില്ലാത്തവരാണോ? കഴിവുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ ആളില്ല. അതുകൊണ്ടാണ്. അപ്പൊ കഴിവിനല്ല പണം, പൊസിഷനാണ് പണം. ഇവരുടെ ഒരു സിനിമയുടെ ഡേറ്റ് 25 ദിവസമാണ്. 25 ദിവസത്തേക്കാണ് 10 കോടി 15 കോടി രൂപ മേടിക്കുന്നത്. അപ്പൊ ഒരു ദിവസം എത്ര രൂപ അവർക്ക് ശമ്പളമായി? കുറയ്ക്കില്ല. 50 ലക്ഷം രൂപ ഒരു ദിവസത്തേക്ക്. ഇവര് 10 കോടി വാങ്ങിയാൽ സിനിമയുടെ ബഡ്ജറ്റ് അപ്പൊ എത്രയാണ്? ഇവർക്ക് 10 കോടി കൊടുക്കും. അപ്പൊ സിനിമയുടെ ബഡ്ജറ്റ് എത്ര പേർക്ക് ബെയർ ചെയ്യാൻ പറ്റും? അതെ, ഇവര് പറയുന്ന ആളുകളുണ്ട് ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് മലയാള സിനിമയിലൂടെ ഒരുപാട് പേർക്ക് ടെക്നീഷ്യൻസിന് അരിവേടിക്കാൻ പറ്റുന്നതെന്ന്. ഇവരാരെങ്കിലും അവരുടെ ശമ്പളത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ ടെക്നീഷ്യന്റെ ശമ്പളം എത്രയെന്ന് അറിയാമോ? 750 രൂപ 600 രൂപയാണ് ഇവരുടെ ഒരു ദിവസം ശമ്പളം. ഇവിടുത്തെ മെയിൻ നടന്മാർ 50 ലക്ഷം രൂപ ഒരു ദിവസം മേടിക്കുമ്പോൾ ആ സെറ്റിൽ നിന്ന് രാവിലെ തൊട്ട് വെയിലത്തിറന്ന് കഷ്ടപ്പെടുന്ന ടെക്നീഷ്യന് 600 രൂപ കിട്ടും. ഇവിടെ ഇപ്പൊ ആക്ടർമാരെ കുറിച്ച് എല്ലാം കൊണ്ടുപോകണം. എത്രയോ സൗത്ത് ഇന്ത്യൻസ്, എഡിറ്റേഴ്സ്, കൊറിയോഗ്രാഫർ, എത്രയോ പേരുണ്ട്. അവർക്കൊന്നും റെഗുലേഷനും ഇല്ല, റെമ്യൂണറേഷനും ഇല്ല, ഒന്നുമില്ല. ഇവരാണ് എല്ലാം കൊണ്ടുപോകുന്നത്. ഇവര് സ്ക്രിപ്റ്റ് റൈറ്റർ ഡയലോഗ് പഠിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ആ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാകുമ്പോൾ ആൾക്ക് അറിയില്ല. ഒരു പടം വരുമ്പോ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ ഡയലോഗാണ് ഇവർ പഠിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതാകുമ്പോൾ ആൾക്ക് അറിയില്ല. അതെ, ഇങ്ങനെ എത്ര പേര് സിനിമയിൽ വർക്ക് ചെയ്യുന്നത് അവരാരും അറിയപ്പെടുന്നു. പിന്നെ മമ്മൂട്ടി പോലെ മാത്രം എത്ര ഡോക്ടേഴ്സ്, എത്ര എഞ്ചിനീയേഴ്സ്, എത്ര വേണ്ട അവരാരെങ്കിലും ഇത്ര പോപ്പുലർ ആവണം. എന്തിനാ മമ്മൂട്ടി പോലെ മാത്രം മുക്കി വരുന്നത്? എന്നാല് ചെകുത്താണ് ഇതിൽ പറയണ്ടേ? എന്തിനാ മമ്മൂട്ടി പോലെ മാത്രം പോകുന്നത്? എല്ലാ ഫീൽഡിലും എത്ര വലിയ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം അത് മാത്രമല്ല ഇവിടെ നമ്മളെ കേരളത്തിലെ സർക്കാർ അവാർഡ് കൊടുത്ത് വലിയ കൊട്ടിഘോഷിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഈ കോടിയുള്ളവന്മാർ, പോപ്പുലാരിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഇവിടെ എത്രയോ കർഷകരുണ്ട്, മണ്ണിൽ കിടന്ന് പണിയെടുത്ത് നമുക്ക് അന്നം തരുന്നവന്മാര് എത്ര പേരുണ്ട്. ഈ മലയാള സിനിമയിലെ നടന്മാരുടെ ഫാൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫാൻസ് ഇപ്പൊ 1003 എത്ര മോശപ്പെടാണെങ്കിലും ഓടാൻ വേണ്ടി 1003 ദിവസത്തെ കളക്ഷൻ ചെയ്യുന്ന ഫാൻസിനൊക്കെ ഇവന്മാരിലെ പകുതി പേരും കള്ളന്മാരെന്ന് പറഞ്ഞാല് എനിക്കറിയാം. ഒരുപാട് പേര് കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഈ പല കാര്യങ്ങളും അറിയുന്നൊന്നുമില്ല. എന്നോട് ഒരു മോളെ ഫാൻസ്റ്റേഷൻ ആൾ പറയാണ് അയാൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ മോളെ ഒന്നും അറിയില്ല. ആദ്യം ഫാൻസ്റ്റേഷൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, അവർക്ക് 1000 രൂപ കൊടുത്താൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എനിക്കാ പറയാം. ഇത് ഈ ഫാൻസ്റ്റേഷനാണ് 1000 ഇനീഷ്യൽ കളക്ഷന് വേണ്ടിയാണ്. ഇവർ ശരിക്കും തലച്ചോറ് ഉപയോഗിക്കാത്തവരാണ്. ബുദ്ധി ഇല്ലാത്തവര് ബുദ്ധി ഉപയോഗിക്കുന്നില്ല, തലച്ചോറ് ഉപയോഗിക്കുന്നില്ല. അതായത് സിനിമാ നടന്മാർ ഇവരെ ഉപയോഗിക്കുന്നു അല്ലേ? ശരിക്കും ഉപയോഗിക്കാം.
ഇപ്പൊ പുലി മുഴുവൻ സിനിമ എങ്ങനെ ഹിറ്റായി മാസ് സൈക്കോളജി മനസ്സിലാക്കി രൂപ എടുക്കൽ ചെയ്യണം. ഇപ്പൊ പുലി എത്ര പടങ്ങൾ KGF ഇങ്ങനത്തെ പടം ഇതെല്ലാം മാസ് സൈക്കോളജി ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. മണ്ടന്മാരെ നിന്നോടുകയാണ്. എത്രയോ നല്ല സിനിമ ഉണ്ട്, അതൊന്നും ഓടുന്നില്ല. ഈ KGF ആയാലും ബാഹുബലി ആയാലും അല്ലെങ്കിൽ പുലിമുരുകൻ ആയാലും ലൂസിഫർ ആയാലും ഇതെല്ലാം മാസ് സൈക്കോളജി മനസ്സിലാക്കി മാസിനെ മണ്ടന്മാരാക്കുകയാണ്. അതിന്മാർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് എത്ര രൂപ ഊറ്റിയെടുക്കുന്നത്, ഇത് തിരിച്ച് എന്താ കൊടുക്കുന്നത്? ടാക്സ് കൂടെ അടയ്ക്കുന്നില്ല. ദുബായിലൊക്കെ പോയാണ് വീട്ടിൽ പണിയുന്നത്. അതായത് ഇവർ ഇങ്ങോട്ട് മേടിക്കുന്നു, അങ്ങോട്ടൊന്നും ഇല്ല. റിച്ച് ഗെറ്റ് റിച്ചർ, പുവർ ഗെറ്റ് പുവർ. ഇവര് ദുബായിലൊക്കെ പോയിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഇവർ നടത്തുന്നത് ഇത് കവർ ചെയ്യാൻ വേണ്ടി. ഇവരെല്ലാം പബ്ലിക്കിന് ഊറ്റിയെടുക്കുകയാണ് ഈ മാസ് സൈക്കോളജി മനസ്സിലാക്കി. വിമാന സൈക്കോളജിയാണ് ബോളിവുഡിൽ അങ്ങോട്ട് പോയാണ്. എന്നിട്ട് ഇവർക്ക് എന്താ കിട്ടുന്നത്? വിമാനം പട്ടമാരെ നിന്ന് കൊടുക്കുകയാണ്. പൊതുജനങ്ങൾ ചില ആൾക്കാർ ഫാൻസ് വന്നു കളയുന്നു. കുറെ ആൾക്കാർ പടം ഡയറ്റ് ചെയ്യുക അങ്ങനെ നടക്കണം. ഈ ഡയറ്റ് ചെയ്ത് അവസാനം ക്രെഡിറ്റ് ആർക്ക് കിട്ടുന്നു? ആക്ടറിനും മുഴുവൻ കഷ്ടപ്പെട്ട് അവസാനം ക്രെഡിറ്റ് ആക്ടേഴ്സ് പോകും. അങ്ങനെ ഒരുപാട് പേര് ജീവനും പോകുന്നുണ്ട്. ഞാൻ ഫിലോസഫി ഞാൻ ഡോക്ടറേറ്റ് ചെയ്യാൻ ഫിലോസഫില്ല. എനിക്ക് പ്ലേറ്റ് വേണം ഫിലോസഫി. പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പാടില്ല, ആർക്കൊന്നും വേണ്ട. കാരണം ഇതെല്ലാം നെഗറ്റീവ്. കിരീടം മൂവി വളരെ മത്സരത്തിലെ മൂവിയാണ്. പക്ഷെ അത് അങ്ങനത്തെ പടം മൂവീസ് കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി വരുന്നു. നെഗറ്റീവ് എനർജി വരുന്നു. എനിക്ക് പറഞ്ഞാൽ ഇത് ശരിയായ ഇപ്പൊ നമ്മൾ വേൾഡ് സിനിമയിലെ കാണുമ്പോൾ അതൊക്കെ റിയൽ സിനിമ. ഈ നമ്മൾ ഇവിടെ കാണുന്ന സിനിമകൾ പറഞ്ഞാൽ ഇമോഷണൽ ചാർജിങ് ഡിസ്ചാർജിങ് വേറെ നടക്കുന്നില്ല. അവര് ഒരാളെ ഇമോഷൻ വെച്ചിട്ട് കളിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കാശ് കിട്ടും. യുവമാരും മണ്ടന്മാരെ കരയും, അവരവിടെ ചിരിക്കും. പൈസ കിട്ടുന്നതനുസരിച്ച് സെന്റിമെന്റ്സ് കൊണ്ട് വിൽക്കുക. ഈ ചില റിയാക്ടറിലെ കണ്ടു ടിഷ്യൂ പേപ്പർ കൊടുക്കുകയാണ് കരയുമ്പോ ക്ലിയർ ചെയ്യാൻ. എന്തൊക്കെ കാണിച്ചു ടിഷ്യൂ പേപ്പർ കൊടുക്കുകയാണ് കണ്ണീർ മാറ്റാൻ. ഇവര് ഗ്ലിസറിനോട് വേണ്ടവർക്ക് അല്ലാതെ തന്നെ ഇവര് പറഞ്ഞു. ഭയങ്കര കേരളം പോയി നശിച്ചു. അത് ബെസ്റ്റ് എക്സാം ദിലീപിന്റെ കേസാണ്. അത് ദിലീപ് രസവർദ്ധൻ കണ്ടു നോക്കുമോ? നമ്മുടെ ജുഡീഷ്യറി കുഴപ്പമാണ്. ഇവരുടെ ഫാൻസിലാണ് ഭയങ്കര ടോക്സിക് ഫാൻസാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ വെട്ടി തുറന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ, എങ്ങനെ ഭീഷണി? എന്നെ അവരാ പറഞ്ഞു അറിയില്ല. ഇനി തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ ബാത്റൂമിൽ കിട്ടിട്ട് അടിക്കുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് ഇവർക്ക് കൊടുത്തു, വീഡിയോ കൊടുത്തു. ഇവര് അന്ധമായ ആരാധനയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അന്ധമായ ഒരു കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നില്ല. സംസാരിക്കാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഒരുപാട് നഷ്ടങ്ങൾ വരും. സത്യം പറയുന്ന ആൾക്കാർക്ക് കുന്നുകളെ ചെയ്യുന്നു. സോക്രട്ടീസ് ആണ് പണ്ട് സത്യം പറഞ്ഞ് കൊന്നു കളഞ്ഞ ആൾ. എത്ര പേര് കൊല്ലുമെന്ന് പേടിയുണ്ടോ സന്തോഷിനെ? എനിക്ക് പേടിയൊന്നുമില്ല. എന്താണെന്ന് പറയും, ഞാൻ കല്യാണം കഴിച്ചാൽ ഭാര്യ മക്കളൊന്നുമില്ല. എന്ത് പോയാൽ കുഴപ്പമില്ല. ഭാര്യ മക്കളൊന്നുമില്ല. എന്ത് ജീവിച്ചാൽ ഒരിക്കൽ മരിക്കും. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. അത് കൊന്നിട്ടാണെങ്കിലും രോഗം വന്നിട്ടാണെങ്കിലും ഇവിടെ ഈ ലോകത്തിന് സത്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞു സന്തോഷം സത്യം പറയും. സത്യം പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. സന്തോഷം സത്യം പറയും. സത്യം പറയുമ്പോൾ സത്യം പറഞ്ഞ പ്രശ്നങ്ങളും ഉണ്ട്. ഒരുപാട് ഭീഷണികളുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും പറയാൻ കൊച്ചിയുടെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊച്ചി നടക്കാത്ത പരിപാടികളില്ല. എല്ലാം ഉണ്ട്. എല്ലാം ചെയ്താൻ വർഷങ്ങളായിട്ട് മോഹൻലാലിനെ കുറ്റം പറയാണ്. എന്തുകൊണ്ട് മോഹൻലാൽ കേസ് കൊടുക്കുന്നില്ല? കാരണം ചെയ്താൻ പറഞ്ഞ സത്യമാണ്. സത്യം ശ്രീനിവാസൻ പോലും ഒരു സിനിമ ഇറക്കിയില്ല മോഹൻലാലിനെ കളിയാക്കി. ശ്രീനിവാസൻ പറഞ്ഞാൽ അത് 1% ഉള്ളൂ. ഇനി ബാക്കി 99% പറയുന്നതാണ്. ഇതൊക്കെയാണ് ഇവര് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസാണ്. ഇത് പണ്ട് ഗണേഷ് കുമാറിനെ വെച്ചിട്ട് കവർ ചെയ്താണ് ആദ്യം. കവർ ചെയ്താണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. പക്ഷെ ഇപ്പൊ കോടതി ഒരു 10 വയസ്സ് കുട്ടിക്ക് പോലും ആനക്കൊമ്പിന്റെ ഈ കാര്യം അറിയാൻ മനസ്സിലാവും. ഇത്രയും മോഹൻലാലിന് മനസ്സിലാക്കുമ്പോൾ ഇതിൽ നല്ല കളിച്ചിട്ട് കാര്യമില്ല. കോടതി പറഞ്ഞൊരു കേസുണ്ട്. ഈ ഒരു തരം കേസുകളിൽ ഇനി അവിടെ പ്രിവിലേജ് വിഷയമല്ല, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇനി മോഹൻലാൽ ആണെങ്കിലും ചേട്ടനാണെങ്കിലും നിയമം ഒരുപോലെ തന്നെയാണ്. അതെ അതുകൊണ്ട് ശിക്ഷ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അതിന് ഊരി കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇല്ല, കവർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഓൾറെഡി പോപ്പുലർ ആയി. നമ്മുടെ ജുഡീഷ്യറി അങ്ങനെയാണ്. ഇവിടെ സൗമ്യ വധക്കേസാണ്. സൗമ്യക്ക് ജസ്റ്റിസ് കിട്ടിയില്ല. നമ്മുടെ നിയമത്തില് ആർഗ്യുമെന്റ് ചെയ്യും, സത്യം പുറത്തു വരില്ല. ഇവിടെ എത്രയോ പേർക്ക് ഇവിടെ ഒരു നീതിയില്ല. നമ്മുടെ കോടതി യാതൊരു നീതിയില്ല. ഒരു കേസ് പോയി എത്ര വർഷമാണ് മറികടക്കുന്നത്.
എത്ര രൂപയോ പോലെ ഇതിന്റെ ജസ്റ്റിസ് കിട്ടും. അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കണം, നമ്മുടെ നാടല്ല. അതുകൊണ്ടാണ് ഇവർക്ക് കാശ് കൊണ്ട്. പക്ഷേ ജുഡീഷ്യറി സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് 2015 റെയ്ഡ് ആണ് മുട്ടിന് മോഡാനും കിട്ടാം. അതിന് റിസൾട്ട് വന്നിട്ടില്ല. എന്താ സംഭവിച്ചാണ് അവർ കവർ ചെയ്തു. പിന്നാലെ റെയ്ഡ് വന്നു. എല്ലാവരും കവർ ചെയ്യേണ്ടി. ഇവരുടെ ഏറ്റവും വലിയ അടുപ്പുള്ള ആൾക്കാർ വലിയ പോലീസ് ഓഫീസേഴ്സ് ഒക്കെയാണ്. അതെ, DGP മറ്റൊക്കെയാണ്. നമ്മുടെ നാട് അങ്ങനെ ആണല്ലോ. പണമുണ്ടെങ്കിൽ എന്തുമാവാം. മോശം കേസിൽ മോഡൽ പങ്കില്ല. മോഡലിനെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. മോളെ പണ്ടായിരുന്നു മോശം കേസാണ്. നമ്മുടെ നാട് അങ്ങനെയാണ്. നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. നമ്മുടെ ജുഡീഷ്യറിന്റെ ഒരുപാട് ജുഡീഷ്യറി എഡ്യൂക്കേഷൻ എല്ലാത്തിനും നമ്മുടെ പ്രശ്നങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതിയും ശരിയല്ല. ശരിക്കുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല. ഇവിടെ പിള്ളേർക്ക് കുറെ മാർക്ക് കിട്ടുന്നതാണ്, മാനസിക വളർച്ച ഉണ്ടാവുന്നില്ല. മനുഷ്യത്വം ഇല്ല. മനുഷ്യത്വം മാത്രമേ ഉള്ളൂ. മനുഷ്യത്വം പഠിക്കുന്നതിന് പണം ഉണ്ടാക്കാൻ. ഇപ്പൊ എത്ര പേര് പറയും എല്ലാവരും പറയും ഐ വാണ്ട് ബിക്കം ഡോക്ടർ പറയും. ഐ വാണ്ട് ബിക്കം ഗുഡ് ഡോക്ടർ ആരും പറയും. എനിക്ക് ഡോക്ടർ ആവണം. അല്ല, ഡോക്ടറെ സ്റ്റാറ്റസ് കിട്ടും, പണം കിട്ടും. അല്ല, വേറെ കാര്യമുണ്ടെന്ന് അറിയൂ. ഈ ഡോക്ടർ എന്നൊരു സംഭവം പഠിച്ചിറങ്ങണമെങ്കിൽ മിനിമം ഒരു 1.5 കോടി, ഈ ഒരു കാലഘട്ടത്തിൽ 1.5 to 2 കോടിയാണ് പഠിച്ചിറങ്ങുന്നത്. ആ 2 കോടി എങ്ങനെ അവർ മുതലാക്കുന്നത്? അല്ല, പക്ഷെ ഗവൺമെന്റ്, എന്റെ സിസ്റ്ററിലെ ഗവൺമെന്റ് കോഴിക്കോട് ഗവൺമെന്റിലെ കിട്ടി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് അത്രയും പ്രോബ്ലം. അപ്പൊ ഈ ഡോക്ടർമാർക്ക് ഈ പൈസ മുതലാക്കണേ ആൾക്കാർ രോഗികളെ കണ്ടിക്കണം. അങ്ങനെയാണ്. ഇപ്പൊ എന്റെ സിസ്റ്റർ US ഡോക്ടറാണ്. പുള്ളിക്കാരത്ത് പറയുന്ന അവിടുത്തെ കമ്പനിയിലെ അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് ബിസിനസ്സാണ്. ആക്രി കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ഇത് ചെയ്യും. അവർക്ക് കച്ചവടമാണ്. ഇത് ആദർ രാംദാസിന്റെ അപ്പൂത്തിന് മൂവിയിൽ കാണിക്കുന്നത് എന്തൊക്കെ കള്ളത്തിലാണ്. ഇന്ന് വയസ്സായ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആളെ ജീവനോട് കിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയും കൊടുക്കണം. എന്തൊക്കെയോ നമ്മുടെ നാടിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥയായി. കർശനമാക്കി കഴിഞ്ഞ പ്രശ്നമാണ്. പല കൺട്രീസ് അല്ല, നമുക്ക് നിയമങ്ങൾ എന്താ അറിയോ? ഇപ്പം ദുബായ് പോലുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. അവിടെ ഒരു കളി നടക്കത്തില്ല. അവിടെ എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ്. അവിടെ ഭരിക്കാനുള്ള ആളുകൾ ആണുങ്ങളാണ്. സത്യസന്ധന്മാരായ ആണുങ്ങളാണ് ഭരിക്കുന്നത്. ഇവരാണ് ഏറ്റവും വലിയ അഭിനേതാക്കൾ, രാഷ്ട്രീയക്കാർ. മുസ്ലിം നടന്മാരെക്കാട്ടും നടന്മാരാണ്. അതെ, എല്ലാവർക്കും അറിയില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വിട്ടുപോയി. അതായത് ഇപ്പോ നമ്മുടെ സർക്കാർ അവാർഡ് കൊടുക്കുന്നുണ്ട്. അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. പറയട്ടെ, അവാർഡ് ആർക്ക് കൊടുക്കുന്നത്? ഇങ്ങനെ മലയാള സിനിമയിൽ അഭിനയിച്ചു എന്നൊരു പേരിൽ ജീവിതകാലം മുഴുവൻ സുഖിച്ച് കാരമണലും സ്റ്റാർ ഹോട്ടൽസിലും സുഖിച്ച് നടക്കുന്ന ആളുകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് അന്നം തരുന്ന, വെയിലത്തും മഴയത്തും കഷ്ടപ്പെടുന്ന കർഷകർക്ക് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ലോക്ക്ഡൌൺ വന്നപ്പോ ആദ്യം ഓപ്പൺ ചെയ്ത ബിവറേജ് ഷോപ്പാണ്. അതെ, എന്തുകൊണ്ട്? ഇതല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട് നശിച്ചു പോയല്ലേ? ഇപ്പൊ പണ്ടത്തെ വലിയ പേഴ്സണാലിറ്റീസിനായിരുന്നു. VK കൃഷ്ണൻ, അച്യുത മീനാങ്ങൾ. ഇപ്പൊ അങ്ങനത്തെ പേഴ്സണാലിറ്റീസ് ഒന്നും ഇല്ല. ആ മനുഷ്യരുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇന്ന് മനുഷ്യരില്ല. ഇന്ന് എല്ലാവർക്കും ഒരു കാര്യം മതി, കാശ് മാത്രം. സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ള കാശ് മാത്രം. എല്ലാവരും സെൽഫിഷ് ആൻഡ് നാരോ മൈൻഡാണ്. അവരവരുടെ കാര്യം, അവരുടെ ഇടുങ്ങിയ ലോകമാണ്. അതെ അതെ. ഈ ടെക്നോളജി വന്നപ്പോൾ ഗ്ലോബൽ അത് വളർന്നു. പക്ഷെ ആളുകൾ വളരെ ചുരുങ്ങി ഇടുങ്ങിയ ലോകത്തിലേക്ക് മാറി. എന്താണ് ഈ ഒരു ദുരിതത്തിൽ നിന്ന് കരകയറാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നാടുണ്ടല്ലോ, നന്മയുടെ നാട്. എല്ലാവരും കൈക്കൂലി മേടിക്കാത്ത, അല്ലെങ്കിൽ അഴിമതി നടത്താത്ത, ഇപ്പൊ 10 കോടി രൂപയുടെ റോഡുണ്ടെങ്കിൽ 10 കോടിക്കും പണിയുന്ന, ഇപ്പം 10 കോടി ഉണ്ടെങ്കിൽ 10 കോടി റോഡിട്ട് 5 കോടി അടിച്ചു മാറ്റുമല്ലോ. അല്ല, പറയട്ടെ, 5 കോടി അടിച്ചു മാറ്റി 5 കോടിക്കല്ല പണിയുന്നത്. 5 കോടിക്ക് പണിയൊന്നും അറിയാൻ വയ്യ. അതൊരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലാത്ത നല്ലൊരു ലോകം നമുക്ക് ഉണ്ടാവും ഇനി. ദൈവസാക്ഷിയായ ദൈവത്തിന് പോലും കിട്ടുമെന്ന് സംശയമാണ്. പണ്ട് കാലം ചോദിച്ചു ഇന്ത്യക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കിട്ടുമോ? അപ്പൊ അയാൾ ദൈവം പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല. അതേപോലെയാണ് കേരളം നന്നാകുമ്പോൾ ദൈവം ഉണ്ടാവും സംശയമുണ്ട്. ദൈവം ഒട്ടിക്കുക. അല്ല, അങ്ങനെ ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു രക്ഷയില്ല. ഇവിടുത്തെ നിയമങ്ങൾ കർശനമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പലതും ഇവരൊക്കെ അങ്ങ് പോണോ അല്ലേ? ഈ നശിച്ച രാഷ്ട്രീയക്കാരും ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ നെഗറ്റീവാണ്. നശിച്ച ചിന്താഗതിയുള്ള സിനിമാക്കാരൊക്കെ ലോകത്തിൽ നിന്നും പോയാൽ പുതിയ ആളുകൾ ഉണ്ടാവണം. പുതിയ ആളുകൾ, നന്മയുള്ള ആളുകൾ ഉണ്ടാവണം അല്ലേ? പുതിയ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് കുറെ. ഇത് നമ്മുടെ നിയമങ്ങൾ കർശനമാക്കണം. സിംഗപ്പൂരിലല്ല നിയമം കർശനമായി പഠിച്ചു 1 രൂപ കിഴിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലോസുമാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യണം.
സൗദി അറേബ്യ, അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ അറബ് കൺട്രീസ് അങ്ങനെയുണ്ട്. അറബ് കൺട്രീസ് എന്ന് ചെയ്ത് അപ്പൊ കഴിയുന്നില്ല. അതെ അതെ. സിംഗപ്പൂരിൽ അങ്ങനെയാണ്, പലയിടത്തും അങ്ങനെയാണ്. ഇവിടെ മാത്രം കൈക്കൂലി, എല്ലാം ഫ്രീഡം കൊടുക്കുക. അതെ അതെ. കാണിക്കാം അല്ലേ, എന്നും കാണിക്കാം. ഇത് മാറ്റിട്ട് വരും. ഇനി ഒരു വലിയൊരു റെവല്യൂഷൻ ആണ്. കാർൽ മാർക്സ് കൊണ്ടുവന്ന പോലെ ഇനി ഒരു റെവല്യൂഷൻ വന്നതിനാ കാര്യമുള്ളൂ. ഒരു വിപ്ലവകരമായ ചേഞ്ച് വേണം. അങ്ങനെ ചേഞ്ച് ചെയ്യണം. കുറവേ ഇറങ്ങിത്തിരിക്കണം. പൈസയാണ് ഇപ്പോഴത്തെ മെയിൻ തിങ്. എല്ലാവർക്കും പൈസ വേണം. പൈസ ഇടാൻ എന്ത് വൃത്തിയും കാണിക്കും. എത്തിക്സ് ഇത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലുള്ള കുറച്ച് എത്തിക്സ് കൊണ്ടുവരികയാണെങ്കിൽ ഇന്നിപ്പോ ഇവ വലിയ IIT IIM പറയാൻ അവരെന്താ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ കൊമേഴ്സ്യലൈസ് ചെയ്യാം. ശരിക്കും വിദ്യാഭ്യാസ ആളുകൾക്ക് കിട്ടുന്നില്ല. ഇവിടെ മലയാളികൾ ആത്യന്തികമായ അവസാനം പണം എന്നൊരു സാധനത്തിലേക്ക് മാത്രമാണ്. നന്മ എന്നൊരു സംഭവം ഇവിടെ ഇല്ല. ഇതിലില്ല. മനുഷ്യത്വം സംഭവം ഇല്ല. മനുഷ്യത്വം നന്മയൊന്നും ഇല്ല. ഞാൻ ഇപ്പം ഈ ലോകത്ത് ഏറ്റവും വേണ്ടതും കാരണം ഇല്ലാത്ത കാര്യം മനുഷ്യത്വമാണ്. അങ്ങനെ സംഭവം ഇല്ല. അങ്ങനെ കാണിക്കുന്നത് മണ്ടന്മാരെ മാറാം. ഈ ഞാൻ തന്നെ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ബാംഗ്ലൂർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വണ്ടി ഓടിക്കാൻ പോവാണ്. ഒരാൾ വഴിയിൽ കിടന്ന് നാട്ടുകാർ വണ്ടി നിർത്തി. ആദ്യം എനിക്ക് മാറ്റാൻ വേണ്ടി പോയതാണ്. അതിൽ ആക്സിഡന്റ് പറ്റിയ ആളെങ്കിലും വെച്ചതാണ്. അവൻ എണീറ്റ് 2 അടിയിൽ കൊടുത്ത് ഇയാളുടെ എല്ലാം കൊണ്ട് സ്ഥലം. നല്ല മനുഷ്യൻ അഞ്ചാണ്. നല്ല മനുഷ്യൻ ആർക്കും ഒരു രക്ഷയില്ല. അതും പ്രശ്നമാണ്. മനുഷ്യത്വം സംഭവിക്കും. അതിപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. WCC വന്നോടെ ആൾക്കാർക്ക് പേടിയുണ്ട്. മറ്റേ എപ്പോഴും വിളിച്ചു ചോദിക്കുക അഡ്ജസ്റ്റ്മെന്റ് പക്ഷെ എന്തുണ്ടെങ്കിലും വീട്ടു വന്ന ആള് അത് തെളിവില്ല. പല കാര്യം ഇതിലിപ്പോ എല്ലാവരും ഇൻവോൾവ്. എന്തുകൊണ്ട് പാർവതി യുവത്ത് പറയുന്ന ആള് പറയുന്നില്ല ആരാണ് അവരെ കാസ്റ്റിംഗ് കൗച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത്? അത് പറയുന്നില്ലല്ലോ. അത് പറയില്ലല്ലോ. അത് പേടിയല്ലേ? കാസ്റ്റിംഗ് കൗച്ച് പറയാം. പേടി കാണുമല്ലോ സ്വാഭാവികം. എന്താ കശബ ഇതിലെ കശബ എന്ന മമ്മൂട്ടിയുടെ പടം വിമർശിച്ച ആളാണ് പാർവതി യുവത്ത്. ഫാൻസുകാർ മുഴുവൻ എതിരായിടാം. പിന്നെ എന്തിനാ പാർവതി യുവത്ത് പേടിക്കുന്നത്? മമ്മൂട്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അവർക്ക് 1-2 അനുഭവങ്ങൾ കിട്ടി. അതോടെ അവർ പഠിച്ചു എന്ത് പറയാൻ പാടില്ല. ഗണേഷ് കുമാർ പറഞ്ഞല്ലോ, കഥകൾ പറഞ്ഞോളാം. കഥകൾ എന്ത് കഥ പറഞ്ഞു ഞങ്ങൾക്കും പറയാനുണ്ടോ? പക്ഷെ അവരൊന്നും പറയില്ലെന്നേ. പേടി കാണുമല്ലോ. കശബയിൽ സിനിമയിൽ മമ്മൂട്ടി ഫാൻസുകാർ മുഴുവൻ എതിരായതാണ്. ഇവരെന്തുകൊണ്ട് പേര് പറയുന്നില്ല? പേര് പറയാത്ത എന്തുകൊണ്ടാണ്? അവരെന്ന് പറയുന്നുണ്ട് ജസ്റ്റിസ് ക്ഷേമ കമ്മീഷനിൽ പല പ്രമുഖരുടെ സിനിമാ മന്ത്രിമാർ ഒതുക്കിക്കളയും. ഇത് ഇവരെ പ്രസ് കോൺഫറൻസ് നടത്തി എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? തുറന്നു പറഞ്ഞാൽ തീർന്നു. വലിയ വലിയ ബിംബങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. എന്തുകൊണ്ട് ഇവർ തുറന്നു പറയുന്നില്ല? ഇത്രയും കശബയിലെ മമ്മൂട്ടിയുടെ ഫാൻസുകാരെ എല്ലാം എതിർപ്പുണ്ടാക്കിയ പാർലമെന്റ് ചോദ്യം എന്തിനും പേടിക്കണം. അപ്പൊ അവരെ കുറിച്ച് ഒന്നും കേൾക്കുന്ന പോലും ഇല്ല. അതങ്ങനെ തന്നെ, അങ്ങനെ ഒതുങ്ങിയേ പറ്റൂ. അത് ശരിയല്ല. നമ്മുടെ ലോകം എന്ന് പറയുന്നത് അവരല്ലേ, അവർക്ക് എത്ര സിനിമ നഷ്ടപ്പെട്ടു എന്ന് അവർ തുറന്ന് പറയണം. എന്തുകൊണ്ട് പറയുന്നില്ല? അതൊന്നും പറയാൻ പറ്റത്തില്ല പല കാര്യങ്ങളും. അപ്പം നേരത്തെ സന്തോഷം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് ചത്തിട്ട് കാണിക്കണം, അതിന് ധൈര്യം കാണിക്കണം. ബാത്റൂമിൽ കയറ്റി അടിക്കും, ഇവർ ഒതുക്കിക്കളയും. ഇപ്പൊ തന്നെ അവർ ഒതുങ്ങിയില്ല. ഇപ്പൊ തന്നെ WCCയിലെ പല നടിമാർക്കും ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല. അവരെ ആർക്കും വേണ്ടല്ലോ. അവരൊരു മാഫിയായി മാറിയിരിക്കുകയാണ്. എവിടെയും മാഫിയ, ഭൂമാഫിയ എല്ലാം എന്തൊക്കെയാണ്, എല്ലാ മാഫിയകളായിട്ട് മാറി. കേരളത്തിൽ പിടിക്കണമെങ്കിൽ ബുദ്ധിയും കഴിവൊന്നും വേണ്ട. ഫ്രോഡാവും. നല്ല ഫ്രോഡായാലും വക്രത കാണിച്ച വലിയ അളവാണ്, രക്ഷപ്പെടാം. അല്ലാതെ ബുദ്ധിയും കഴിവൊന്നും വേണ്ട. അങ്ങനെ ആൾക്കാർ ഇവിടെ വിട്ടു പോവുകയാണ്. ഇവിടെ വേണ്ട ഫ്രോഡുകളാണ്. ഇപ്പൊ മോൻസിന്റെ പഠനം 2 ആഴ്ച ഞാൻ ഇറങ്ങി വരും. അപ്പൊ നമുക്ക് കാണാം. ഫ്രണ്ട്സിനോ പറയാം മോൻസിനും ഉണ്ടല്ലോ, മോൻസിൻ മോങ്കല 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകുന്നു. നിയമം അങ്ങനെയാണല്ലോ, ജാമ്യം കൊടുക്കലാണ്. ഇവിടെ അങ്ങനെയാണ്. ആംഗ്ലേയർക്ക് ജീവിക്കാൻ പറ്റും. മറ്റേ സത്യസന്ധരും നല്ല മനുഷ്യർക്ക് ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഞാൻ പറയാം, ഞാനിപ്പോ സത്യത്തോട് തുറന്നു പറഞ്ഞില്ല. അതുപോലെ പാർലമെന്റ് ആൾക്കാർ പറയാം എന്താണ് അവര് സംഭവിച്ചത്, അത് തുറന്നു പറയാം. എന്തായാലും പകുതിയാണ് ഫുൾ നനയട്ടെ. അതുപോലെ അവർ കഷ്ടപ്പെട്ട കേസുകൾ ഇല്ല. അങ്ങനെ പല പ്രമുഖരായ ആളുകൾ അതിൽ ഉണ്ടായിരിക്കുമെന്നേ. അവർക്ക് അവർ റിയൽ ഫേസ് പുറത്തു വരട്ടെ. ഇതിൽ എത്ര പേരാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? ഈ സിനിമാ ഫീൽഡിൽ എത്രയോ നടിമാരും ജീവനം പോയിട്ടുണ്ട്, എത്രയോ നടിമാരെ സൂസൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞ കാര്യമാണ്. എത്രയോ നടിമാർ സൂസൈഡ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ നടിമാരാണ് എഡ്യൂക്കേറ്റഡ്. അവർക്ക് ഇതൊന്നും കിട്ടില്ല.
പണ്ടത്തെ അടിമാർ ഇന്ത്യാവശ്യമില്ലായിരുന്നു അവർ വഴങ്ങി കൊടുത്തിട്ടുണ്ട്. എത്ര പെണ്ണുങ്ങൾ ജീവിതം പോയിരിക്കുന്നത് അത് ഓർമ്മ പറയാനും വേണം. തീർച്ചയായും. അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഇടപ്പള്ളിയിലെ ഗ്രാൻഡ് മോളിലാണ് ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കോമൺ ക്വൈറ്റ് പ്ലേസ് ആണ്. അതുപോലെ ഒരുപാട് ഷോപ്പുകളും ഒക്കെ ഉണ്ട് അല്ലേ? ക്വൈറ്റ് ആണ്. ഞങ്ങൾ ഇരിക്കുന്നത് ഗ്രാൻഡ് മോളിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് സന്തോഷാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് സന്തോഷം. കാര്യം ഇത്രയും അതെ ആരെയും പേടിക്കാതെ എത്ര വധഭീഷണി ഉണ്ടായിട്ടും ചങ്കൂറ്റത്തോടെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ താങ്കൾക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലെ തുറന്നു പറയാനുള്ള മനസ്സുണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകം ഉണ്ടായി വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അഖിലിനും സജിക്കുമൊപ്പം ഷിബിൻ ഷാ, ന്യൂസ് കേരളം ടുഡേ, ഇടപ്പള്ളി.